ഒരാന അംബാനിയെ മുട്ടുകുത്തിച്ച കഥ അറിഞ്ഞോ? മഹാരാഷ്ട്രയിലെ കോലാപൂരിലെ നന്ദാനി എന്ന വില്ലേജിലെ ജെയിൻ ടെമ്പിളിൽ മാധുരി എന്ന പേരുള്ള ഒരു ആനയുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് ആ ആന അമ്പലത്തിലാണ് താമസിക്കുന്നത് എന്ന് മാത്രമല്ല, അവിടുത്തെ റിലീജിയസ് ഫെസ്റ്റിവൽസിൽ ഈ ആന ഒരു പ്രധാന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾക്ക് ഈ ആനയുമായിട്ട് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. ഈ ആനയ്ക്ക് ആർത്രൈറ്റിസ് പോലത്തെ രോഗമുണ്ടെന്നും അമ്പലത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയർ കിട്ടുന്നില്ല എന്നും കാണിച്ച് പേറ്റ എന്ന പേരുള്ള ഒരു അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. 30 വർഷമായിട്ട് അമ്പലത്തിലുള്ള ആനയാണെങ്കിലും ടെമ്പിൾ മാനേജ്മെന്റിന്റെ കയ്യിൽ ഈ ആനയുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിലുള്ള ആനന്ദ് അംബാനി പണിത വന്താര എന്ന അനിമൽ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ഈ ആനയെ മാറ്റാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു. പക്ഷേ കോലാപൂരിലെ ജനങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവരിതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റുകളും റാലികളും ഒക്കെ തുടങ്ങി. മാധുരിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽസ് വന്ന സമയത്ത് ആ അമ്പലത്തിലെ പൂജാരിയും ജനങ്ങളൊക്കെ ആനയെ കെട്ടിപ്പിടിച്ച് കരയുന്ന വീഡിയോസ് വൈറലായതോടുകൂടി മഹാരാഷ്ട്രയിൽ ഇതൊരു സെൻസേഷനായി. അംബാനിയുടെ സെന്ററിലേക്ക് ആനയെ കൊണ്ടുപോയതോടുകൂടി അംബാനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും പ്രൊട്ടസ്റ്റ് തുടങ്ങി. റിലയൻസിന്റെ പ്രൊഡക്ട്സ് ആളുകൾ ബോയ്ക്കോട്ട് ചെയ്തു. ഒറ്റ ദിവസം 10,000 പേരാണ് ജിയോ സിം ക്യാൻസൽ ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ബോയ്ക്കോട്ട് റിലയൻസ് ഹാഷ്ടാഗും. വിഷയം സീരിയസ് ആയതോടുകൂടി ആനയെ തിരിച്ചെത്തിക്കാൻ സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ മഹാരാഷ്ട്ര ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടില്ലെങ്കിലും ലോക്കൽ സെന്റിമെന്റ്സും പ്രൊട്ടസ്റ്റും ഒക്കെ കാരണം മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുപോയ ആനയെ തിരിച്ച് അവിടേക്ക് എത്തിക്കാമെന്നും കോലാപൂരിൽ തന്നെ ഈ ആനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലോക്കൽ റീഹാബിലിറ്റേഷൻ സെന്റർ പണിയാമെന്നും അംബാനിക്ക് സമ്മതിക്കേണ്ടി വന്നു.